ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. അല്ലേ, മഴയൊക്കെയാണ്, എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇസ്രായേലിൽ നിന്നും ഇറാനിൽ നിന്നും ഒക്കെ കഥ കേൾക്കുന്നവരുണ്ട്. എല്ലാവരും സുരക്ഷിതമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് നോവലിലേക്ക് പോയാലോ. വൈഗ അങ്ങോട്ട് നീങ്ങി. ലോക്കപ്പിൻ്റെ വെറും തറയിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന അപർണ ഇന്നലെ ധരിച്ചിരുന്ന അതേ വേഷത്തിൽ മനസ്സൊന്ന് നീറുന്നതവൾ അറിഞ്ഞു. ആ അഖിലിൻ്റെ ഒരു വിവരം ഇതുവരെ കിട്ടിയില്ലല്ലോ മേഡം, ഗോപൻ പറഞ്ഞു. ഈ കുട്ടിയെ ഇനിയും ഇവിടെ ഇങ്ങനെ കിടത്തണം മേഡം. വൈകിക്ക് മനസ്സിലായി, അപകടമാണത്, പ്രത്യേകിച്ചൊരു പെൺകുട്ടിയായ സ്ഥിതിക്ക്. വരട്ടെ, ഞാനൊന്ന് ആലോചിക്കട്ടെ, അവൾ പറഞ്ഞു. എന്നിട്ട് സ്റ്റേഷൻ്റെ മുൻവശത്തേക്ക് ചെന്നു. പ്രസാദ് പത്തനാടനും അകമ്പടിക്കാരും കയറിയ വണ്ടികൾ സ്റ്റാർട്ട് ചെയ്തു. നീങ്ങുന്നു. വണ്ടിക്ക് പിന്നിൽ മിന്നുന്ന ചുവപ്പ് വെളിച്ചങ്ങൾ. വൈഗ തൻ്റെ ഔദ്യോഗിക വാഹനത്തിലേക്ക് കയറി. രാജേന്ദ്രൻ വണ്ടി വിട്ടു. സന്ധ്യ കഴിഞ്ഞിരുന്നെങ്കിലും അവൾ പോയത് ഓഫീസിലേക്ക് തന്നെയാണ്. അവിടെ എത്തുമ്പോൾ ഗാർഡ് സന്തോഷ് പറഞ്ഞു, ആരോ ഒരാൾ മാഡത്തിന് ഫോണിൽ വിളിക്കുന്നുണ്ട്. ആരാന്ന് ചോദിക്കുമ്പോൾ കോൾ കട്ടാക്കും. അവൾ മൂളി. അമ്പാടിയിൽ നിന്നാകും. മിത്രയുടെ ബോഡി വീട്ടുമുറ്റത്തെത്തിക്കാഞ്ഞതിൻ്റെ കുറ്റപ്പെടുത്തലിനാണ്. അമ്മയുടേത് കഴിഞ്ഞു. ഇനി ആരൊക്കെയാണ് തന്നെ ശപിക്കുന്നത്? അച്ചമ്മ. വിവരമറിയുമ്പോൾ അച്ഛനും ശപിക്കും. അച്ചമ്മയ്ക്ക് വേണ്ടി ഒരു മറുപടി കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ട് വൈഗ തൻ്റെ സീറ്റിലേക്കിരുന്നു. അപ്പോൾ കേട്ടു ഫോൺ ബെൽ. വൈഗ കോളർ ഐ ഡിയിൽ ശ്രദ്ധിച്ചു. അമ്പാടിയിൽ നിന്നല്ല, പരിചയമില്ലാത്ത ഒരു മൊബൈൽ നമ്പർ. അവൾ റിസീവർ എടുത്തു. ഹലോ. മറുവശത്ത് ശബ്ദമില്ല. ഹലോ, ആരാണ് വിളിക്കുന്നത്? ഞാനാണ്, അഖിൽ. റിസീവറിനുള്ളിൽ നിന്നും ഒരു അമർന്ന സ്വരം. അഖിൽ. ഒരു സ്ഫോടനം പോലെ വൈഗ എഴുന്നേറ്റു. അധ്യായം 27. അഖിൽ, നീ എവിടെയാണ്? എവിടെ നിന്നാണ് നീ സംസാരിക്കുന്നത്? വൈഗയുടെ ശബ്ദമുയർന്നു. നീ ഇങ്ങനെ ഒളിച്ചിരിക്കേണ്ട, കീഴടങ്ങുന്നതാണ് നല്ലത്. അഖിലിന് മൗനം. അഖിൽ ഒളിവിലിരിക്കുന്നിടത്തോളം പ്രശ്നത്തിൻ്റെയും കുറ്റത്തിൻ്റെയും ഗൗരവം ഇരട്ടിക്കും. അതോർത്തോ. എനിക്കറിയാം. അഖിലിൻ്റെ സ്വരം അമർന്നു തന്നെയായിരുന്നു. എങ്കിൽ പറയൂ, നീ ഇപ്പോൾ എവിടെയാണ്? ഞാൻ എവിടെയാണെന്ന് പറഞ്ഞു തരാം. അതിനു മുമ്പ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഒരു കാര്യം ചെയ്തിരിക്കണം. കർക്കശമായിരുന്നു അവൻ്റെ സ്വരം. പറയൂ. അപ്പുമോളെ വീട്ടിലെത്തിക്കണം. അപർണയെ അവൻ അപ്പു എന്നാണ് കൊഞ്ചലോടെ വിളിക്കുക. എന്താ, പറ്റുമോ? എനിക്ക് അവളോട് ഒരു ദേഷ്യമില്ല. നിന്നെ വരുത്താൻ അല്പം ദേഷ്യം പ്രയോഗിക്കേണ്ടി വന്നു. ദാറ്റ്സ് ഓൾ. അപ്പുമോളെ വീട്ടിലെത്തിക്കാൻ പറ്റുമോ ഇല്ലയോ? അത് പറ. യെസ് ഓർ നോ? അഖിലിൻ്റെ സ്വരം കൂടുതൽ കർക്കശമായി. യെസ്. പക്ഷെ അതിനു മുമ്പ് നീ മുമ്പിൽ വരണം, എൻ്റെ മുമ്പിൽ. വൈഗ പറഞ്ഞു. ഞാൻ കീഴടങ്ങാൻ തീരുമാനിച്ചിട്ട് തന്നെയാണ് വിളിക്കുന്നത്. ഞാൻ മാത്രമല്ല, അച്ഛനും അമ്മയും കുടുംബത്തോടെ അധികകാലം ഒളിക്കാൻ പറ്റില്ലെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങളുടെ പേര് പറഞ്ഞ് അപ്പുമോളെ പീഡിപ്പിക്കുന്നത് ഇനി ഞങ്ങൾ സഹിക്കില്ല. അഖിൽ തുടർന്നു. ഒളിവിലിരുന്ന് ഞങ്ങൾക്ക് പലതും സാധിക്കും. ഒരു തെറ്റും ചെയ്യാത്തൊരു പെൺകുട്ടിയെ അവളുടെ പഠിപ്പ് പോലും തടഞ്ഞ് പോലീസ് ലോക്കപ്പിലിട്ടിരിക്കുന്നത് എന്തിനാ എന്ന് നിങ്ങൾ പറയേണ്ടി വരും. നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? അങ്ങനെ എടുത്താൽ അങ്ങനെ, അതല്ല സ്നേഹമായിട്ടെടുത്താൽ അങ്ങനെ, അഖിൽ പറഞ്ഞു. അപ്പം മോളെ സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ തന്നെ മാറ്റണം. നാളെ വൈകുന്നേരത്തെ എയർബസിനെ അവളെ ബാംഗ്ലൂർക്ക് കയറ്റി വിട്ടിരിക്കണം. അത് കഴിഞ്ഞാൽ അടുത്ത നിമിഷം നമ്മൾ കാണുന്നു, മുഖാമുഖം. അതുപോരെ? നീയാണോ എല്ലാം തീരുമാനിക്കുന്നത്? പോലീസ് തന്നെ അങ്ങനെ തീരുമാനിച്ചാൽ തീരുന്ന നിയമമുണ്ടോ? അഖിലിൻ്റെ ശബ്ദം മുറച്ചു. നീ കളിക്കുന്നത് തീ കൊണ്ടാണ്. അറിയാം. പക്ഷെ ഞാൻ പറഞ്ഞത് വിട്ടിട്ട് എന്നെ അങ്ങ് തപ്പിപ്പിടിച്ച് കളയുമെന്ന വാശിക്ക് ഈ നമ്പറും തപ്പി
സൈബർ സെല്ലിനെയും കൂട്ടി വൈഖായി പീസ് ഇറങ്ങിയ ചുമ്മാ ചമ്മിപ്പോകും. ഞാനൊരു തിരുമണ്ടനല്ലെന്ന് ഓർത്തോ. നീ ഭയങ്കര ബുദ്ധിമാനാണെന്ന് ഞാൻ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. എൻ്റെ അടുത്തിരിക്കുന്ന ഒരു സാറിനോട് അത്യാവശ്യം പറഞ്ഞ് കടം വാങ്ങിയ ഫോണിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് സൈബർ സെല്ല് വഴി ഈ നമ്പർ തപ്പിയെടുത്ത് ഈ പാവത്തിനെയും പിടികൂടി വെറുതെയും ഉപദ്രവിക്കുകയും വരട്ടുകയൊന്നും ചെയ്യല്ലേ. അവൻ പറയുന്നത് സത്യമാണെന്ന് വൈകിക്ക് മനസ്സിലായി. അടുത്തിരിക്കുന്ന കുറേ പേരുടെ സംസാരം അവ്യക്തമായി കേൾക്കാം. കണ്ടക്ടറോ മറ്റോ ടിക്കറ്റിൻ്റെ കാര്യം പറയുന്നു. ഇടയ്ക്ക് ഹോൺ മുഴകുന്ന ശബ്ദം കേൾക്കുന്നു. ഒരു കാര്യം കൂടി, അഖിൽ പറഞ്ഞു. എൻ്റെ വിളിയും സംസാരവും ഞാൻ വെച്ച ഡിമാൻഡും നമ്മൾ രണ്ടാളും മാത്രമേ അറിയാവൂ. അതാണ് പുതിയ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ കരിയറിന് നല്ലത്. ഓക്കെ? വൈകം മിണ്ടിയില്ല. അപ്പോൾ നാളെ ഈ സമയത്ത് തന്നെ ഞാൻ വിളിക്കും. ബൈ. കോൾ കട്ടായി. വൈഗ ഫോണിൻ്റെ റിസീവറിലേക്ക് തന്നെ നോക്കിയിരുന്നു. അഖിൽ താക്കീത് ചെയ്തെങ്കിലും വൈഗ കോൾ വന്ന ആ നമ്പർ സൈബർ സെല്ലിലേക്ക് കൈമാറി. അല്പം കഴിഞ്ഞപ്പോൾ ഡീറ്റെയിൽസ് കിട്ടി. ഒരു റവന്യൂ ഓഫീസറുടെ പേരിലുള്ളതാണ് നമ്പർ. അഖിൽ പറഞ്ഞത് ശരിയാണ്. മൊബൈൽ അവൻ്റേതോ അവനുമായി ബന്ധപ്പെട്ടവരുടേതോ അല്ല. നോക്കാം. തൽക്കാലം അവനെ പിന്തുടരാൻ ശ്രമിക്കണ്ട. വൈഖ ആലോചിച്ചു. അപർണയെ ലോക്കപ്പിൽ കിടത്താനാവില്ല. പുറത്തു കൊണ്ടുവന്നേ മതിയാവൂ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങാൻ ഒരുങ്ങുകയാണ് CI ഗോപകുമാർ. അപ്പോൾ ലാൻഡ് ഫോൺ ബെല്ലടിച്ചു. അയാൾ കോൾ അറ്റൻഡ് ചെയ്തു. എൻ്റെ സാറേ, ആ പത്തനാടനോട് ഞങ്ങൾ ആവുന്നത്ര പറഞ്ഞു. ആ പയ്യനെ ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തിട്ടില്ലാന്ന്, എങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ലാന്ന്. അയാൾ പിന്നെയും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് സാറേ. ഗോപകുമാറിൻ്റെ സ്വരത്തിൽ അനിഷ്ടം പ്രകടമായി. പത്തനാടനു വേണ്ടി തലപ്പത്തു നിന്നും ആരോ വിളിച്ചതാണ്. അരിശത്തോടെയാണ് അവൾ റിസീവർ വെച്ചത്. എന്നിട്ടും മുഖം തിരിക്കുമ്പോൾ മുമ്പിൽ നിൽക്കുന്നു വൈഖ. അല്ല, മാഡം അതാ ഈ സമയത്ത്? വീണ്ടും ഗോപകുമാർ ചോദിച്ചു. അതിന് മറുപടി പറയാതെ വൈഖ ചോദ്യം തിരിച്ചു. ആ പത്തനാടൻ എന്താ പിന്നെയും പ്രോബ്ലം? അയാളിപ്പോൾ മുകളിൽ നിന്ന് പലരെയും കൊണ്ട് വിളിപ്പിക്കുന്നു. മകൻ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെയൊക്കെ അയാളങ്ങ് ഗോപകുമാറിൻ്റെ നാവിൽ വന്നത് ചീത്തയാണ്. വൈകിയോടായതുകൊണ്ട് അത് പറയാതെ അയാൾ തുറന്നു. അയാൾ നമ്മളുടെയൊക്കെ മൂക്ക് ചെത്തിക്കളയെന്ന് പന്ന റാസ്കൽ. വൈകിയുടെ നെറ്റി ചുളിഞ്ഞു. അപ്പോൾ ആ പയ്യനെ ഇതുവരെ കിട്ടിയില്ലേ? ഇല്ലെന്നാണ് അയാൾ പറയുന്നത്. ഗോപകുമാറിന് അരിശം തീർന്നില്ല. ചെക്കൻ പ്രേമപ്പനി പിടിച്ച് ഭ്രാന്തെടുത്ത് നടക്കുന്നതിന് നമ്മളാണ് ഉത്തരവാദി. വൈഗ ഒരു നിമിഷം ആലോചിച്ചു. വന്ന കാര്യം മറന്ന് അവൾ ഗോപനോട് പറഞ്ഞു. നിങ്ങൾ വന്ന് വണ്ടിയിൽ കയറി. എവിടേക്കാണ് മാഡം? പറയാം. CI വണ്ടിയെടുത്തു. വൈഗ നിർദ്ദേശിച്ചതിനനുസരിച്ച് രാജേന്ദ്രൻ വണ്ടി വിട്ടത് മിത്രയുടെ ബോഡി കിട്ടിയ ആറ്റുതീരത്തേക്കാണ്. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം വീശുവല പോലെ ആറ്റുതീരത്തേക്ക് വീണു നിറഞ്ഞപ്പോൾ അവർ കണ്ടു മിത്രയുടെ കുഴിമാടത്തിനരികിൽ ഇരുട്ടിൽ തനിച്ചിരിക്കുന്ന ഷാനു പ്രസാദ്. തൻ്റെ ഊഹം തെറ്റിയില്ല. വൈഗ പറഞ്ഞു. മറ്റൊരെങ്ങുമില്ലെങ്കിൽ ഇവനിവിടെ കാണൂ എന്ന് ഞാൻ സംശയിച്ചു. പകൽ കാണുമ്പോഴും അത്രയേറെ തകർന്നിരുന്നു അവൻ. ഈ ചെക്കന് ശരിക്കും ഭ്രാന്ത് തന്നെ. ഗോപകുമാർ ഡോർ തുറന്നിറങ്ങി. വൈഖയും ഒപ്പം ഇറങ്ങി. ചീഞ്ഞ ശവത്തിൻ്റെ നാറ്റം അപ്പോഴും തങ്ങി നിൽക്കുന്ന അന്തരീക്ഷം. ഹേയ്! ഗോപകുമാർ അവൻ്റെ അടുത്തേക്ക് ചെന്നു. രാജേന്ദ്രൻ ഹെഡ്ലൈറ്റ് അണയ്ക്കാതിരുന്നതുകൊണ്ട് കാഴ്ച വ്യക്തമാണ്. പുതിയ മൺകൂനയ്ക്കിപ്പുറത്ത് പുലിൻ പുറത്ത് ചടഞ്ഞിരിക്കുകയാണ് അവൻ. ഗോപൻ അവൻ്റെ തോളിൽ തൊട്ടതും അവൻ ഞെട്ടി, കണ്ണുമിഴിച്ചു. നീ എന്താ ഇവിടെ? ഗോപകുമാർ ചോദിച്ചു. വെറുതെ. ഷാനു ചുമൽ കുലുക്കി. വെറുതെയോ? വെറുതെ ഇരുന്ന് കാറ്റുള്ളുന്ന സ്ഥലം ഇതല്ല. എഴുന്നേൽക്ക്. ഷാനു എഴുന്നേറ്റു. അവൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു. നിൻ്റെ വീട്ടുകാരൻ നിന്നെ കാണാഞ്ഞിട്ട് ബഹളം വയ്ക്കുന്നു. നിൻ്റെ ഫാദർ പറയുന്നത് നീ പോലീസ് കസ്റ്റഡിയിലാണെന്ന്. അതുകൊണ്ട് ഞങ്ങൾക്ക് പണിയുണ്ടാക്കാതെ വേഗം വീട്ടിലേക്കല്ലേ. ഡാഡിയെ ഞാൻ വിളിച്ചോളാം. ഷാനുവിൻ്റെ ശബ്ദം മടഞ്ഞു. അത് പോരാ, വൈഗ കർക്കശമായി പറഞ്ഞു. നീ വേഗം ആ വണ്ടിയിലേക്ക് കയറി. എനിക്കിത്തിരി നേരം കൂടി ഇവിടെ തനിച്ചിരിക്കണം വൈകേച്ചി. ഷാനുവിൻ്റെ യാചനയായിരുന്നു അത്. അത് നടക്കില്ല. ഗോപകുമാർ അരിശപ്പെട്ടു. മര്യാദയ്ക്ക് വന്നില്ലെങ്കിൽ നിന്നെ കസ്റ്റഡിയിലെടുത്ത് ഞങ്ങൾ ലോക്കപ്പിലിടും. അത് വേണോ? വേണ്ട, ഞാൻ പൊയ്ക്കോളാം. പരാജിതനും ക്ഷീണിതനുമായി അവൻ പറഞ്ഞു. എങ്ങനെ പോകുന്നീ?
എങ്ങനെയും, അവൻ പറഞ്ഞു. ഗോപകുമാർ വൈഖയുടെ നേർക്ക് നോക്കി. വൈഖ ശബ്ദം താഴ്ത്തി പറഞ്ഞു, ഗോപൻ, അവനെ തനിച്ചു വിടണ്ട. അവൻ്റെ മൈൻഡ് തീരെ നോർമലല്ലെന്ന് തോന്നുന്നു. എനിക്കും അങ്ങനെ തോന്നുന്നു. സാമാന്യം ബോധമുള്ള ഒരാളും ഈ സമയത്ത് ഇരുട്ടത്തിങ്ങനെ ഒറ്റയ്ക്കിരിക്കില്ലല്ലോ. തനിച്ചു വിട്ടാൽ അവൻ വീട്ടിലെത്തിയെന്ന് വരില്ല. ആ പത്തനാടൻ അത് മതി നമുക്കെതിരെ തുറപ്പ് ഷീട്ടാക്കി കളിക്കാൻ. അതെ, അവൻ വല്ല അബദ്ധവും ചെയ്താൽ നമ്മൾ ലോക്കപ്പിൽ കയറ്റി തല്ലിക്കൊന്നതാണെന്നേ അയാൾ പറയുള്ളൂ. ശരി, ഷാനുവിനൊപ്പം നമ്മളും പോകുന്നു, വൈഖ പറഞ്ഞു. അവർ നിർബന്ധിച്ചു. ഷാനു പ്രസാദിനെ വണ്ടിക്കുള്ളിൽ കയറ്റി. മുളന്തുരത്തേക്ക് പുറത്തുള്ള പ്രസാദ് പത്തനാടൻ്റെ വലിയ വീടിനു മുമ്പിൽ ആ വണ്ടി നിന്നു. ഗേറ്റിനുള്ളിൽ പകൽവെട്ടം പോലെ വൈദ്യുതി വിളക്കുകൾ പ്രകാശം ചെരിയുന്നു. 2 നിലയുള്ള വീടിൻ്റെ എല്ലാ മുറികളിലും ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട്. എൻ്റെ മോനെ, നീ എവിടെയാടാ? അമ്മയ്ക്ക് വയ്യായേ? ഒരു സ്ത്രീയുടെ നിലവിളി ഉള്ളിൽ നിന്നുയരുന്നു. സിറ്റൗട്ടിലും മുറ്റത്തും ജനക്കൂട്ടമുണ്ട്. ചർച്ചകളുമുണ്ട്. വണ്ടി തുറന്ന് ആദ്യം ഇറങ്ങിയത് ഷാനു തന്നെയാണ്. എൻ്റെ പൊന്നുമോനെ. സിറ്റൗട്ടിൽ ഇരിപ്പുറയ്ക്കാതെ വിരണ്ട് വട്ടമിട്ട് നടന്നിരുന്ന പത്തനാടൻ ഒരു ചാട്ടത്തിന് ഷാനുവിൻ്റെ അരികിലെത്തി. കുട്ടാ, നീ എവിടെയായിരുന്നടാ? നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചോടാ? പറയടാ. ഒരു ചെറിയ കുട്ടി എന്ന് വേണം. മകനെ ഉമ്മ വയ്ക്കുകയും കെട്ടിപ്പിടിക്കുകയും ഓമനിക്കുകയും ചെയ്യുന്നതിനിടയിൽ ശൗര്യത്തോടെ അയാൾ ചോദിച്ചു. ഇല്ലെന്ന് ഷാനു പ്രസാദ് തലയാട്ടി. മകനെ സ്റ്റേഷനിലിട്ട് ഉരുട്ടിയോന്നും പച്ചീർക്കലി നഖത്തിനിടയിൽ കുത്തിക്കയറ്റിയോന്നൊക്കെ വേഗം ഒന്ന് പരിശോധിച്ചട്ടെ, വൈഖ പത്തനാടൻ്റെ മുഖത്തേക്ക് നോക്കി ഗൗരവത്തിൽ പറഞ്ഞു. അവിടെ എവിടെയായി കൂടി നിന്നിരുന്ന എല്ലാവരും അവരെ പൊതിഞ്ഞു നിന്നു. എല്ലാവരോടുമായി വൈഖ ഉറക്കെ പറഞ്ഞു, പരിശോധന വേഗം വേണം. പരിശോധനകളൊക്കെ ഞങ്ങളുടെ സൗകര്യം പോലെ ചെയ്തോളാം. പത്തനാടന് ശൗര്യം കിട്ടി. അത് പോരല്ലോ, വൈഖ പറഞ്ഞു. ഇപ്പോൾ വേണം. നിങ്ങൾ 1-2 നാട്ടുകാരും പരിശോധിച്ച് ബോധ്യപ്പെടണം. എന്നിട്ട് ബോധ്യപ്പെട്ടു എന്നെഴുതി സാക്ഷികൾ ഉൾപ്പെടെ ഒപ്പിട്ട് തരണം. അതെന്നാത്തിന്? ഒരു പോറൽ പോലും ഇല്ലാതെ തിരിച്ചേൽപ്പിച്ചവന്. ഇനി എന്തു സംഭവിച്ചാലും ഉത്തരവാദി ഞങ്ങളല്ലെന്നും ഞങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ബോധ്യപ്പെടുത്തേണ്ടി വന്നാൽ അന്ന് കാണിക്കാമല്ലോ, വൈഖ ചിരിക്കുന്നു. നിങ്ങൾ പഠിക്കുന്ന കളരിയേക്കാൾ കൂടിയ കളരിയെന്ന പത്തനാടൻ മുതലാളി ഞങ്ങൾ ഈ അഭ്യാസം പഠിക്കുന്നത്. അതിൻ്റെ മേൽക്കോയ്മ ഞങ്ങൾക്കെപ്പോഴുണ്ട്. പറഞ്ഞതുപോലെ എഴുതി തന്നില്ലെങ്കിൽ നിങ്ങൾ ആരോപിച്ചത് സത്യമാക്കും. മകനെ ഞങ്ങളങ്ങ് കൊണ്ടുപോകും. ഉറച്ച വാക്കുകൾ. പത്തനാടൻ്റെ മുഖം ചുളിഞ്ഞു. അയാൾ വൈഖ പറഞ്ഞതുപോലെ എഴുതി കൊടുക്കേണ്ടി വന്നു. വൈഖ ഒട്ടും മടിക്കാതെ മൊബൈലില്ലാതൊക്കെ ഷൂട്ട് ചെയ്യുകയും ചെയ്തു. മോനു, അമ്മയുടെ ചക്കരെ. പത്തനാടൻ്റെ ഭാര്യ ഓമനാമ്മ ഷാനുവിനെ കെട്ടിപ്പിടിച്ച് ഓമനിച്ചു. വീട്ടിനുള്ളിലേക്ക് കയറുമ്പോൾ വൈഖയും ഗോപകുമാറും തിരികെ മടങ്ങുകയായിരുന്നു. നമ്മൾ എഴുതി വാങ്ങിയത് ബുദ്ധിയായിപ്പോയി മാഡം, ഗോപകുമാർ പറഞ്ഞു. ഇത്രയും പഠിപ്പും പ്രായവും വിവരവും ഉണ്ടായിട്ടും വെറും ചോക്ലേറ്റ് കാമുകനെ പോലെ പെരുമാറുന്ന ഇവൻ നാളെ ചിലപ്പോൾ ട്രെയിനിൻ്റെ അടിയിൽ തലവയ്ക്കാനും മടിക്കില്ല. നമ്മൾ പെട്ടുപോവുകയും ചെയ്യും. വൈഖ അത് കേട്ടില്ല. അവൾ ആഴത്തിൽ ചിന്തിക്കുകയായിരുന്നു. തൻ്റെ കുടുംബത്തെക്കുറിച്ച്, അമ്പാടി വീടിനെക്കുറിച്ച്. ഒരിക്കൽ കൃഷ്ണൻ്റെ അമ്പാടി പോലെ സ്നേഹവും ആഹ്ലാദവും മാത്രം നിറഞ്ഞു നിന്നിരുന്ന വീട്. ഇപ്പോഴോ അച്ഛൻ, അമ്മ, അച്ഛമ്മ എല്ലാവരും വറചട്ടിക്കുള്ളിൽ കിടന്ന് പൊരിയുന്നു. മിത്രയും ദഹയും ഇന്നില്ല. മിത്രയെ സ്നേഹിച്ചു പോയതിൻ്റെ അവസ്ഥ ഇങ്ങനെ. ദഹയെ സ്നേഹിച്ചവരോ? അഖിൽ, വരുൺ ദേവ്, ജെയ്സൺ. ഒരാൾ ഒളിവിൽ, ഒരാൾ ജയിലിൽ, ഒരാൾ ഹോസ്പിറ്റലിൽ. വേദനയുടെ തീച്ചൂളയ്ക്കുള്ളിലാണോ മൂവരും? ഇവരിൽ ആരെയാണ് ശരിക്കും സ്നേഹിച്ചത്? അതോ അവൾ ആരെയും സ്നേഹിച്ചിരുന്നില്ലേ? മാഡം, സ്റ്റേഷനിലെത്തി. സിയുടെ ശബ്ദം കേട്ട് വൈഖ ഞെട്ടിത്തിരിഞ്ഞു. ഞാൻ ഇറങ്ങുകയാണ് മാഡം. മാഡം മടങ്ങുകയല്ലേ? അല്ല, ഞാൻ മുമ്പേ വന്നത് അപർണയെ കൊണ്ടുപോകാനാണ്, വൈഖ പറഞ്ഞു. അപ്പോൾ അഖിലിൻ്റെ കാര്യം? സിംഹത്തെ പിടിക്കാൻ ഒരാടിനെ കെട്ടിയിട്ട് നോക്കിയതാണ്, പക്ഷെ സിംഹം വീഴുന്നില്ല, വൈഖ പറഞ്ഞു. ആടിനെ അഴിച്ചു മാറ്റുകയേ നിവൃത്തിയുള്ളൂ. ഗോപൻ മറുപടി പറഞ്ഞില്ല. നെവർ മൈൻഡ് ഗോപൻ, നമുക്ക് ആ സിംഹത്തെ കിട്ടും അധികം വൈകാതെ. പോരെ? യെസ് മാഡം. വൈഖ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് ചെന്നു. ലോക്കപ്പിൻ്റെ തറയിൽ അപ്പോഴും ചുരുണ്ടുകൂടി അതേപടി കിടക്കുന്നു അപർണ. രാത്രി 11 മണി കഴിഞ്ഞിരിക്കുന്നു. അവൾ ലോക്കപ്പ് തുറന്ന് ഉള്ളിൽ കടന്നു.
അപർണ, വൈഗ വിളിച്ചു. അപർണ അനങ്ങിയില്ല. വിളി കേട്ടതുമില്ല. വൈഗ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു. എഴുന്നേൽക്കാൻ പറഞ്ഞില്ലേ? അവളുടെ കയ്യിൽ പിടിച്ചതും വൈഗ പെട്ടെന്ന് പരിഭ്രാന്തിയോടെ അവളുടെ നെറ്റിയിൽ പിടിച്ചു നോക്കി. പൊള്ളുന്ന ചൂട്. അപർണ ഞരങ്ങിക്കൊണ്ട് മെല്ലെ തിരിഞ്ഞു. ഉള്ളിലെ ആന്തൽ വൈഗയുടെ മുഖത്തിരുമ്പി. ഇവൾ ആഹാരമൊന്നും കഴിച്ചില്ലേ? വൈഗ വനജയുടെ നേർക്ക് തിരിഞ്ഞു. ആ കൊച്ചു വാശിക്കാരിയ മേഡം, എത്ര ശ്രമിച്ചിട്ടും അതിനൊന്നും വേണ്ട, വനജ പറഞ്ഞു. വൈഗ ഒട്ടും മടിച്ചില്ല. അപർണയെ കോരിയെടുത്തു. വിട് വിട്. ആ അവസ്ഥയിലും അപർണ കുതറാൻ ശ്രമിച്ചു. ഞങ്ങളും പിടിച്ചു തരാം മേഡം. വനജയും കൂട്ടരും സഹായിക്കാനെത്തി. വേണ്ട, വൈഗ തടഞ്ഞു. അപർണ കുതിരയെങ്കിലും വൈഗ അവളെ പാടുപെട്ടെടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നു. വണ്ടിയിലേക്ക് കയറ്റി കിടത്തി. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് വിട്ടു, അവൾ പറഞ്ഞു. രാജേന്ദ്രൻ വണ്ടി ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിന് മുമ്പിൽ നിർത്തി. കാഷ്വാലിറ്റിയിലെ ബെഡിൽ അപർണയെ കിടത്തി. ഡോക്ടർ ടോമി സക്കറിയ എവിടെ? വിവരം അന്വേഷിക്കാനെത്തിയ സിസ്റ്ററോട് വൈഗ തിരക്കി. അദ്ദേഹം മുറിയിലുണ്ട് മേഡം. വൈഗ ഡ്യൂട്ടി റൂമിൽ കയറി. തൻ്റെ അച്ഛൻ ഈ റൂമിൽ ഡ്യൂട്ടി ഡോക്ടറായിരുന്നത് അവൾ ഓർത്തു. അച്ഛനെ കാണാൻ അന്നൊക്കെ ഒരുപാട് തവണ ഈ മുറിക്കുള്ളിൽ കയറി വന്നതും വൈഗ പെട്ടെന്നോർത്തു. വൈഗയെ അപ്രതീക്ഷിതമായി കണ്ടപ്പോൾ ഡോക്ടർ ടോമി സക്കറിയ അമ്പരന്നു. എന്താ വൈഗ? ഡോക്ടർ ചോദിച്ചു. അവൾ അപർണ കിടന്നിടത്തേക്ക് വിരൽ ചൂണ്ടി. എന്നിട്ട് അഖിലിനെ പിടികൂടാൻ വേണ്ടി അവളെ കസ്റ്റഡിയിലെടുത്തത് ചുരുക്കി വിവരിച്ചു. ഇപ്പോൾ ലോക്കപ്പിൽ നിന്നും കൊണ്ടുവരികയാണ് ഞാൻ. പക്ഷേ അവൾക്ക് നല്ല ടെമ്പറേച്ചറുണ്ട്. ഡോക്ടർ ടോമി സക്കറിയ അപർണയെ പരിശോധിച്ചിട്ട് പറഞ്ഞു. പേടിക്കാനൊന്നുമില്ല വൈഗ, കുട്ടി ഭയപ്പെട്ടിട്ടുണ്ട്. പിന്നെ ആഹാരം കഴിച്ചിട്ടില്ല, അതാണ് ടെമ്പറേച്ചർ ഉണ്ടായത്. ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാം, ട്രിപ്പ് വിടാം, ഉറങ്ങിക്കോളും. ശരി ശരി ഡോക്ടർ. വേണ്ട, എനിക്ക് ഉറങ്ങണ്ട. അപർണ അത് കേട്ട് ശാഠ്യം പിടിച്ചു. എനിക്ക് വീട്ടിൽ പോകണം. വൈഗ അത് കേട്ടതായി ഭാവിച്ചില്ല. ട്രിപ്പ് ഇടുകയും ഇഞ്ചക്ഷൻ കൊടുക്കുകയും ചെയ്തപ്പോൾ അപർണ ഉറക്കത്തിലേക്ക് വഴുതി വീണു. വൈഗ അപർണയുടെ അരികിൽ തന്നെ ഇരുന്നു. സിസ്റ്റർ കൊടുത്ത ഐസ് വാട്ടറിൽ കോട്ടൺ മുക്കി തോരെ അവളുടെ നെറ്റിയിലിട്ടു, ടെമ്പറേച്ചർ കുറയാൻ. കാക്കിയാണ് ധരിച്ചിരിക്കുന്നതെങ്കിലും അതിനുള്ളിൽ സ്നേഹനിധിയായ ചേച്ചി അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി ഉമ്മ വെച്ചുകൊണ്ട് പിറുവിറുത്തു. വൈകേച്ചിയോട് ക്ഷമിക്കുമോളെ, ഇങ്ങനെയൊക്കെ ചെയ്തത് മനസ്സോടെയല്ല, ചെയ്തു നോക്കാതെ പറ്റില്ലല്ലോ. അപർണയുടെ അവസ്ഥ മാത്രമല്ല വൈഗയുടെ ഉറക്കം കെടുത്തിയത്. പകലത്തെ സംഭവ പരമ്പരകൾ, പ്രധാനമായും മിത്രയുടെ ബോഡി കിട്ടിയത്, അനാഥയെപ്പോലെ ആ ശരീരം കുഴിച്ചു മൂടിയത്, ആ ശരീരം കാണാൻ പറ്റാത്തതിലുള്ള അമ്മയുടെ സങ്കടം, നെഞ്ചുരുകി അമ്മ തന്നെ പ്രാഗിയത്, എല്ലാം അവളുടെ ഉറക്കത്തെ അപഹരിച്ചു. കണ്ണിമ കൂട്ടാതെ തന്നെ നേരം പുലർന്നു. അപ്പോൾ സാജൻ്റെ സുഹൃത്തായ എന്തിനും മടിയില്ലാത്ത ജഖൻ തിരുവനന്തപുരത്തെത്തിയിരുന്നു. രവി മേനോൻ്റെയും രേവതി മേനോൻ്റെയും വീടിൻ്റെ ഗേറ്റിനു മുന്നിൽ കയ്യിൽ വൈഗയ്ക്ക് വേണ്ടി കരുതിയ ഒരു വലിയ കുരുക്കുമായിട്ട്. അധ്യായം 28. രാവിലെ ഉണർന്നു. മുഖം കഴുകിയിട്ട് കിച്ചണിൽ കയറി ചായയ്ക്ക് വെള്ളം വെച്ചതേയുള്ളൂ രേവതി മേനോൻ. അപ്പോഴാണ് കോളിംഗ് ബെൽ കേട്ടത്. ഇത്ര രാവിലെ ഇതാര്? സ്വയം പറഞ്ഞുകൊണ്ട് രേവതി മേനോൻ മുൻവശത്തേക്ക് വന്നു. മുൻവാതിൽ തുറക്കാതെ ജനാലയുടെ വിരിമാറ്റി തുറന്നു. മുറ്റത്തൊരു ചെറുപ്പക്കാരൻ, പരിചയമില്ലാത്ത മുഖം. എന്താ? ആരാ? രവി സാറിനെ ഒന്ന് കാണണം, വിനയാതീതനായി ജഗൻ പറഞ്ഞു. ചേട്ടൻ എണീറ്റില്ല. എന്താ കാര്യം? കാര്യം നേരിൽ പറയേണ്ടതാ. രേവതിയുടെ മുഖത്ത് സംശയം പടർന്നു. ജഗൻ അത് ശ്രദ്ധിച്ചു. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. വൈഗ IPS പറഞ്ഞു വിട്ടതാ. വൈഗ മേഡം പറഞ്ഞു വിട്ടതാ. രേവതിയുടെ മുഖത്ത് ഒരമ്പരപ്പ്. സിറ്റ് ഔട്ടിലെ കസേരയിലേക്ക് നോക്കിയിട്ട് അവർ പറഞ്ഞു, കയറിയിരിക്കി, ഞാൻ ചേട്ടനെ വിളിക്കാം. രേവതി അകത്തേക്കോടി ബെഡ്റൂമിലേക്ക് ചെന്നു. ഉറക്കത്തിലായിരുന്ന രവി മേനോൻ അപ്പോഴും. രേവതി അയാളെ തട്ടി ഉണർത്തി. വേഗം ഒന്ന് എണീറ്റേ ചേട്ടാ, കോട്ടയത്തു നിന്ന് ഒരാൾ വന്നിരിക്കുന്നു. വൈഗ മേഡം പറഞ്ഞു വിട്ടതാണ്. രവി മേനോൻ്റെ ഉറക്കം പറന്നുപോയി. അയാൾ ചാടി എണീറ്റ് ബാത്റൂമിൽ കയറി മുഖത്ത് ശക്തമായി വെള്ളമൊഴിച്ച് കഴുകി. മുണ്ട് മുറുക്കിയെടുത്ത് ഹാങ്കറിൽ നിന്നും ഒരു ഷർട്ടെടുത്ത് ധരിച്ച് വേഗം മുൻവശത്തേക്ക് വന്നു. ഞാൻ ജഗൻ.
ജഗൻ രവി മേനോൻ്റെ ഷേക്ക് ഹാൻഡിനായി കൈനീട്ടി. രവി മേനോനും കൈനീട്ടി. മാഡം പറഞ്ഞു വിട്ടതാണ്. എന്താണ് കാര്യം പറയൂ. ജഗൻ്റെ കയ്യിൽ നിന്നും കൈത്തലം പിൻവലിച്ച് രവി മേനോൻ പറഞ്ഞു. പറയുന്ന കാര്യം മൂന്നാമതൊരാൾ അറിയില്ലല്ലോ? ജഗൻ ശബ്ദം താഴ്ത്തി ചോദിച്ചു. ഇല്ല, ഞാനും വൈഫേ ഉള്ളൂ. പിള്ളേർ രണ്ടുപേരും ഉണർന്നിട്ടില്ല. നിങ്ങൾ മിനിയാന്ന് മാഡത്തിൻ്റെ വീട്ടിൽ ചെന്നില്ലേ? ജഗൻ ചോദിച്ചു. ഉവ്, നിങ്ങളുടെ മകനെ കേസിൽ നിന്നും ഊരിക്കിട്ടുന്ന കാര്യം സംസാരിച്ചില്ലേ? സംസാരിച്ചു. അക്കാര്യം പറയാനാണ് ഞാൻ വന്നത്. അക്കാര്യം ഇനി എന്ത് പറയാൻ? രവി മേനോൻ ചോദിച്ചു. അവർ ഞങ്ങളെ അപ്പോഴേ ആട്ടിയിറക്കി വിട്ടില്ലേ? രേവതി പറഞ്ഞു. അങ്ങോട്ട് പോയതേ അബദ്ധമായി. ഒട്ടും അബദ്ധമായില്ല. ജഗൻ ചിരിച്ചു. അവർ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ മകനെ കേസിൽ നിന്ന് ഊരിത്തരും. പോരെ? രവി മേനോൻ തറച്ചു നിന്നു. രേവതിയും. ഇരുവർക്കും കേട്ടത് വിശ്വസിക്കാനായില്ല. അല്ല, അവർ സമ്മതിച്ചോ? രവി മേനോൻ ചോദിച്ചു. 10 ലക്ഷം രൂപ റൊക്കം കൊടുക്കണം. എന്താ പറ്റുമോ? ജഗൻ ചോദിച്ചു. 10 ലക്ഷമോ? രവി മേനോൻ മലച്ചുപോയി. 10 ലക്ഷം അത്ര വലിയ ഒരു തുകയാണ് സാറേ. അത്രയും കൊടുത്താൽ ഈ തിരുവനന്തപുരം സിറ്റിക്കടുത്ത് 1 സെൻറ്റ് ഭൂമിയെങ്കിലും കിട്ടുമോ സാറേ? അതല്ല, രവി മേനോൻ സംശയിച്ചു. മിനിഞ്ഞാന്ന് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങളെ അവർ തുരത്തി ഓടിക്കുകയായിരുന്നു. ഇത്ര പെട്ടെന്ന് എങ്ങനെ മാറ്റം വന്നതാണ്? മാഡം നിങ്ങളെ തുരത്തി ഓടിക്കാതിരിക്കുമോ? ജഗൻ വീണ്ടും ചിരിച്ചു. നിങ്ങൾ ആരെയാണ് കൂട്ടിന് കൊണ്ടുപോയത്? മാഡത്തിൻ്റെ സബോർഡിനേറ്റ് CA സുന്ദരേഷനെ. കീഴുദ്യോഗസ്ഥൻ്റെ മുമ്പിൽ വെച്ച് ആരെങ്കിലും കോംപ്രമൈസിന് ശ്രമിക്കുകയോ കൈക്കൂലിക്കാരും പറയുകയോ ചെയ്യുമോ സാറേ? അത് ശരിയാ. രേവതി സമ്മതിച്ചു. രവി മേനോനും തോന്നി അത് ശരിയാണെന്ന്. അപ്പോൾ നിങ്ങൾ മാഡത്തിൻ്റെ ആരാ? ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, അത് നിങ്ങൾ അറിയണ്ട. അല്ല, അതറിയാതെ ഞാനെങ്ങനെ നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുന്നത്? വിശ്വസിക്കണ്ട, ജഗൻ കൂസാതെ പറഞ്ഞു. വിശ്വസിക്കാത്ത സ്ഥിതിക്ക് ഞാനിനി നിൽക്കുന്നുമില്ല. ജഗൻ സിറ്റൗട്ടിൽ നിന്നും മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. മുമ്പോട്ട് ഒരടി കൂടി വെച്ചിട്ട് അയാൾ നിന്നു. അവിടെ നിന്ന് വീണ്ടും പറഞ്ഞു. നിങ്ങളുടെ മകൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 3 കേസാണ്. 1, കായംകുളത്തു നിന്നുള്ള പെണ്ണ് കേസ്. 2, ആലപ്പുഴയിൽ വെച്ച് ജെയ്സൺ എന്ന പയ്യനെ കൊല്ലാൻ ശ്രമിച്ചത്. 2ഉം നിങ്ങൾ പണം കൊടുത്ത് ഒതുക്കിക്കഴിഞ്ഞു. പക്ഷെ കോട്ടയത്ത് വെച്ച് നടന്ന ദയാകൊലപാതകം, അതിൽ നിന്നും കൂടി പേര് വെട്ടിക്കളഞ്ഞാലേ നിങ്ങളുടെ മകന് പുറം ലോകം കാണാനാവും. അതത്ര നിസാരമല്ല. രവി മേനോൻ ഭാര്യയെ നോക്കി. ധീനമായി നിൽക്കുന്ന അവള്. മെഡിസിന് തോറ്റ അവൻ്റെ ഭാവി. ഈ കേസിൻ്റെ പേരും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ഭർത്താവ് ഉപേക്ഷിച്ച് പോയ നിങ്ങളുടെ മൂത്ത മകളുടെ ജീവിതം. ഇതിനേക്കാളൊക്കെ നിങ്ങൾക്ക് വലുത് 10 ലക്ഷവും എൻ്റെ ഐഡൻറ്റിറ്റി ആണെങ്കിൽ ഓക്കെ, ഞാൻ പോകുന്നു. ജഗൻ കൈവീശി നടന്നു കഴിഞ്ഞിരുന്നു. ചേട്ടാ, രേവതി അമ്പരപ്പോടെ ഭർത്താവിൻ്റെ നേർക്ക് നോക്കി. നമ്മുടെ മോളെ മഹേന്ദ്രൻ ഇവിടെ കൊണ്ടുവന്നാക്കിയ കാര്യം മിനിയാന്ന് വൈഗ മാഡത്തിനോട് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അക്കാര്യമാണ് ഇയാൾ പറഞ്ഞത്. ആ സ്ഥിതിക്ക് മാഡം തന്നെയാണ് ചേട്ടാ ഇയാളെ പറഞ്ഞു വിട്ടത്. തീർച്ചയായും അതാണ് ഞാനും ഓർക്കുന്നത്. നമുക്ക് അയാളെ തിരിച്ചു വിളിക്കാം ചേട്ടാ. പക്ഷെ 10 ലക്ഷം രൂപ നമ്മൾ നിന്ന നിൽപ്പിൽ അതിനെവിടെ പോകും? അച്ഛാ, ഹാളിനുള്ളിൽ നിന്നും ഒരു വിളി. ഉറക്കമുണർന്ന് സിറ്റൗട്ടിലെ സംഭാഷണം ശ്രദ്ധിച്ച് ഹാളിൽ നിൽക്കുകയായിരുന്നു മൂത്ത മകൾ വിനീത. രവി മേനോനും രേവതിയും സിറ്റൗട്ടിൽ നിന്നും ഉള്ളിലേക്ക് കയറി. വിനീതയുടെ മുഖത്ത് സങ്കടവും നിരാശയും നെള്ളിച്ചിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. മധുവിധുവിൻ്റെ മധുര നാളുകളിൽ ഭർത്താവിൽ നിന്നും വേർപെട്ട് നിൽക്കേണ്ടി വന്നതിൻ്റെ വീർപ്പുമുട്ടലിലാണ് അവൾ. അയാൾ പറയുന്നത് പോലെ ചെയ്യച്ച, വിനീത പറഞ്ഞു. ചെയ്യാൻ മനസ്സില്ലാണ്ടാണോ മോളെ? രവി മേനോൻ ചോദിച്ചു. 10 ലക്ഷമാണ് ആ സ്ത്രീ പറഞ്ഞു വിട്ട തുക. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? വിനീതയുടെ മുഖം മങ്ങി. ഒറ്റ മകനേ ഉള്ളൂ. പഠിക്കാൻ അവൻ മിടുക്ക് കാണിച്ചു. ഡോക്ടറായേ തീരുന്നു വാശ്യം. അങ്ങനെ വിട്ടതാ. എന്നിട്ടവൻ ചെയ്തതോ? ഡോക്ടറാകുന്നതിന് പകരം 3 കേസ് ഒരുമിച്ച്. അമർഷവും നിസ്സഹായതയും കൊണ്ട് രവി മേനോൻ പുകഞ്ഞു. 2 എണ്ണം ഒതുക്കാൻ തന്നെ കയ്യിലുണ്ടായിരുന്ന ലക്ഷങ്ങൾ തീർത്തു. നിന്റെ കല്യാണം കഴിഞ്ഞല്ലോ. ഇനി വിജി കൂടിയില്ലേ? നിന്റെ അനിയത്തി. അവൾക്ക് കൂടി മാറ്റിവെച്ചിരുന്ന പണമാണ് എടുത്തത്. ഇനിയിപ്പോൾ അടുത്തയാൾ ചോദിക്കുന്നത് 10 ലക്ഷം. ഞാൻ എവിടെ പോണു? വല്ല ബ്ലേഡുകാരോടും മേടിക്കേണ്ടി വരും ചേട്ടാ. അല്ലെങ്കിൽ നമുക്ക് ഈ വീടിൻ്റെ ആധാരം പണയം വെക്കാം, രേവതി പറഞ്ഞു. എങ്ങനെയെങ്കിലും കാര്യം നടത്തിയില്ലെങ്കിൽ
നമ്മുടെ മോന് ഒരിക്കലും ജാമ്യം കിട്ടില്ല. അയ്യോ അമ്മേ, അത് പറ്റില്ല. അവന് ജാമ്യം കിട്ടാതെ അകത്ത് കിടന്നാൽ എങ്ങനെയാണ്? വിനീതയ്ക്ക് വെപ്രാളമായി. അവൻ വീട്ടിലോട്ട് വരാതെ മഹിയേട്ടൻ ഇനി ഇങ്ങോട്ട് വരില്ലെന്നാണ് പറഞ്ഞത്. മഹിയേട്ടൻ സങ്കടം കൊണ്ട് രവിമേനോൻ പൊട്ടിത്തെറിച്ചു. ഒരു കേസ് ഇവിടെ ഉണ്ടായിപ്പോയി. നമ്മുടെ കൂടെ നിന്ന് മോനെ രക്ഷപ്പെടുത്തിയെടുക്കുന്നത് എങ്ങനെയെന്ന് ആലോചിക്കുന്നതിന് പകരം നിന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് ഒരു ഭീഷണി മുഴക്കിയിട്ടവൻ പോയി. ഞാനവനെ വരുൺമോൻ്റെ സ്ഥാനത്ത് തന്നെയാണ് കണ്ടത്. അത് വേണ്ടായിരുന്നെന്ന് ഇപ്പോൾ മനസ്സിലായി. ഞാനിപ്പോൾ എന്ത് വേണം? വിനീതയ്ക്ക് മഹേന്ദ്രനെ കുറ്റപ്പെടുത്തിയത് ഇഷ്ടമായില്ല. പുത്തൻ ബന്ധം 2 മാസം പോലും ആയിട്ടില്ല. അതിനിടയ്ക്ക് ഭാര്യയുടെ ആങ്ങളെ ക്രിമിനൽ കേസ് പ്രതിയാവുന്നതും അറസ്റ്റിലാവുന്നതും റിമാൻഡിലൊക്കെ ഒരാളും ഇഷ്ടപ്പെടില്ല. മഹിയേട്ടൻ്റെ വീട്ടുകാർക്ക് ഈ ബന്ധം തന്നെ ഒരു അബദ്ധമായി പോയ മട്ടാണ്. ഒരാപത്ത് വരുമ്പോൾ ബന്ധുക്കാരിങ്ങനെ തന്നെ വേണം പെരുമാറാൻ. അതാ പറഞ്ഞത്, എങ്ങനെയും കാശുണ്ടാക്കി അവനെ പുറത്തു കൊണ്ടുവരണമെന്ന്. വിനീത വിട്ടില്ല. ജയിലിൽ കിടക്കുന്ന വരുണല്ല ഇപ്പം എൻ്റെ തലവേദന. രവിമേനോൻ പറഞ്ഞുപോയി. വീട്ടിലോട്ട് തിരിച്ചു വന്ന നീയാ. അത് ശരി, എല്ലാവർക്കും ഇപ്പോൾ ഞാനാ തലവേദന അല്ലേ? ഞാനങ്ങ് ചത്തേക്കാം. അത് മതിയോ? വിനീത രോഷവും സങ്കടവും കൊണ്ട് തൻ്റെ മുറിയിലേക്ക് കയറി. വീട് നടുങ്ങും വിധം വാതിൽ വലിച്ചടച്ചു. ഉറക്കമുണർന്നു വന്ന മകൾ വിജി സ്വയം കണ്ണീര് തുടച്ചു നിൽക്കുന്നത് രവിമേനോനും ഭാര്യയും കണ്ടു. ഇത്രയൊക്കെ അനുഭവിക്കാൻ മാത്രം നമ്മളെന്ത് മുജ്ജന്മ പാപമാണ് ചേട്ടാ ചെയ്തത്? രേവതി വിങ്ങി വിതുമ്പി. അയാളെ മറുപടി പറഞ്ഞില്ല. 10 ലക്ഷം അതെങ്ങനെ ഉണ്ടാക്കും? ആ ചോദ്യമായിരുന്നു അയാളുടെ തലച്ചോറ് നിറയെ. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഡോക്ടർ ടോമി സക്കറിയ രാവിലെ റൗണ്ട്സ് കഴിഞ്ഞെത്തിയപാടെ വൈകിട്ട് അടുത്തു വന്നു. കാഷ്വാലിറ്റിയുടെ ബെഡിൽ തന്നെയായിരുന്നു അപർണ അപ്പോഴും. അവൾ ഉറക്കമുണർന്നിരുന്നു. എങ്ങനെയുണ്ട് കുട്ടി? ഡോക്ടർ ടോമി അപർണയോട് ചോദിച്ചു. ക്ഷീണമൊക്കെ പോയോ? ഉവ്. അവൾ എഴുന്നേറ്റിരുന്നു. ഡോക്ടർ അവളെ വിശുദ്ധമായിട്ടൊന്ന് പരിശോധിച്ചു. എന്നിട്ട് വൈകിയോടായി പറഞ്ഞു, ഷീസ് ഓക്കെ, പക്ഷെ തനിക്കൊരു ട്രിപ്പ് തരേണ്ടി വരുമല്ലോ. വൈക, താൻ ആകെ ടയേർഡായിരിക്കുന്നല്ലോ. രാത്രിയിൽ ഒട്ടും ഉറങ്ങിയില്ല ഡോക്ടർ. ഇവൾക്ക് ട്രിപ്പ് കൊടുത്തിരിക്കുകയായിരുന്നല്ലോ, അതുകൊണ്ടാണ്. വൈക ക്ഷീണമില്ലെന്ന് ഭാവിച്ച് ചിരിച്ചു. കുട്ടിയെ നോക്കാൻ ഏതെങ്കിലും സിസ്റ്ററിനെ ഏർപ്പെടുത്താമായിരുന്നല്ലോ. അത് വേണ്ടാഞ്ഞിട്ടാണ്, വൈക പറഞ്ഞു. ഞാൻ തന്നെ ഇവളെ നോക്കണം. ഇവളോട് ഞാൻ ചെയ്ത തെറ്റിനുള്ള പ്രായശ്ചിത്തം. അപർണ അത് കേട്ടു. അവളുടെ മുഖം കടുത്തു. എന്നാലും തനിക്ക് റെസ്റ്റ് കൂടിയേ തീരുവൈക്ക, ഡോക്ടർ പറഞ്ഞു. ഓഹ്, എനിക്കെന്ത് റെസ്റ്റ്? വൈകയ്ക്ക് ഉള്ളു നൊമ്പരപ്പെട്ടു. എല്ലാം എനിക്കറിയാം, ഡോക്ടർ ടോമി അനുതാപത്തോടെ പറഞ്ഞു. സബ് ജയിലിൽ വെച്ച് ഡോക്ടർ ആക്രമിക്കപ്പെട്ടതും ഹോസ്പിറ്റലായതും മിത്രയുടെ ബോഡി കിട്ടിയതും എല്ലാം. വൈക ചിരിച്ചു. ധൈര്യമായിട്ടിരിക്കും വൈക, എല്ലാം ശരിയാവും, ഡോക്ടർ പറഞ്ഞു. അവൾ അപ്പോഴും ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇവളുടെ കാര്യം എന്തായി? ഇനി ഞങ്ങളൂടെ കിടക്കണോ? വേണ്ട, ഡിസ്ചാർജ് ചെയ്തേക്കാം. വീട്ടിൽ ചെന്നൊരു ദിവസം റെസ്റ്റ് കൂടി എടുത്താൽ മതി. ഇവൾ ബാംഗ്ലൂരാണ് ഡോക്ടർ പഠിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തെ എയർബസിന് പോകേണ്ടതാണ്, വൈക പറഞ്ഞു. ഡോക്ടർ ആലോചിച്ചു. എന്തായാലും ഇന്നൊരു ദിവസം കൂടി കഴിയട്ടെ, നാളെ പോയിക്കോട്ടെ. അത്ര ദൂരം തനിച്ചുള്ള യാത്രയല്ലേ, ഒരു റിസ്ക് വേണ്ടാഞ്ഞിട്ടാണ്. ഡിസ്ചാർജ് ചെയ്ത ശേഷം വൈക അപർണയെ തൻ്റെ കാറിൽ കയറ്റി. കാർ ഹോസ്പിറ്റലിന് ഗേറ്റ് കടന്ന് ഇടത്തേക്ക് പോകുന്നത് കണ്ടപ്പോൾ അപർണ ചോദിച്ചു, എങ്ങോട്ടാണ് പോകുന്നത്? അമ്പാടിയിലേക്കാണോ? അല്ല, YWCയിലേക്ക്. അതെന്തിന്? ഞാനിപ്പോൾ അവിടെയാണ് താമസിക്കുന്നത്. നീയും എന്നോടൊപ്പം വരുന്നു. എനിക്ക് അങ്ങോട്ട് പോകണ്ട, എൻ്റെ വീട്ടിൽ പോകണം, അപർണ പറഞ്ഞു. എന്തിന്? അവിടെ ആരുമില്ലല്ലോ. എനിക്ക് ബാംഗ്ലൂർക്ക് പോയേ തീരൂ, വൈകുന്നേരം. ഡോക്ടർ പറഞ്ഞത് നീയും കേട്ടതല്ലേ, റെസ്റ്റ് വേണമെന്ന്. ഡോക്ടറല്ല എൻ്റെ കാര്യം തീരുമാനിക്കുന്നത്. എനിക്ക് പോകണം, അപർണ ഷാഠ്യം പിടിച്ചു. ഷാഠ്യം പിടിക്കല്ല മോളെ, വൈകേച്ചി പറയുന്നത് കേൾക്ക്. മോളോ? ആരുടെ മോള്? വൈകേച്ചിയോ? ആരുടെ വൈകേച്ചി? രോക്ഷത്തോടെ അപർണ പരിഹസിച്ചു. നിങ്ങൾ വലിയ പോലീസ് ഓഫീസറാ, ഞാൻ കുറ്റവാളിയുടെ സഹോദരി. ആ ബന്ധം മതി, വൈക മന്ദഹസിച്ചു. കാറ് YWCയുടെ മുമ്പിൽ നിന്ന് ഡോർ തുറന്നിട്ട് വൈക പറഞ്ഞു, ഇറങ്ങ്. അപർണ ഇറങ്ങാൻ കൂട്ടാക്കിയില്ല. വൈക അവളെ ബലമായി പിടിച്ചിറക്കിയിട്ട് ഡോർ അടച്ചു. നിന്റെ കുറുമ്പും വാശിയും കയ്യിലിരിക്കട്ടെ, മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്നോണം, വൈക ഗൗരവത്തിൽ പറഞ്ഞു. എന്നിട്ട് അവളെ പിടിച്ചുകൊണ്ട്
വാതിക്കലേക്ക് കയറി. ഇതാരാണ് മാഡം? മേട്രോൺ രാഗിണി ദേവി അപർണയെ ചൂണ്ടിച്ചു വെച്ചു. എൻ്റെ കസിനാണ് അപർണ. ഇവിടുന്ന് ഇവിടെ ഉണ്ടാവും. ശരി. രാഗിണി ദേവി രജിസ്റ്ററിൽ വൈഗയുടെ ഡീറ്റെയിൽസിനൊപ്പം അപർണയുടെ പേര് കൂടി ചേർത്തു. അപർണയുടെ മുഖം വീർത്തു തന്നെയായിരുന്നു. എങ്കിലും വൈഗയ്ക്കൊപ്പം അവളും സ്റ്റെയർ കേസിൻ്റെ നേർക്ക് നീങ്ങി. മാഡം, ഒരു ഗസ്റ്റ് കാണാൻ വന്നിട്ടുണ്ട്, രാഗിണി ദേവി പെട്ടെന്ന് ഓർത്തതുപോലെ പറഞ്ഞു. ഗസ്റ്റോ? ആരാണ്? ഒരു ഡോക്ടർ രശ്മി. ഡോക്ടർ രശ്മിയോ? വൈഗയുടെ മനസ്സൊന്ന് കലങ്ങി. എന്തിനെന്നറിയാത്ത ഒരു തളർച്ചയും തോന്നി. അതെ, മുകളിൽ വിസിറ്റേഴ്സ് റൂമിലുണ്ട്. ശരി. അപർണയും വൈകിയും സ്റ്റെയർ കേസ് കയറി ചെല്ലുമ്പോൾ ഹാളിലെ സിറ്റിയിൽ രശ്മിയുണ്ട്. കാലിന്മേൽ കാലിയുയറ്റി വെച്ചിരിക്കുന്നു. മുഖത്ത് കടുത്ത ധാഷ്ട്യം. മോട്ടോം പറഞ്ഞു രശ്മി വന്നിട്ടുണ്ടെന്ന്. വൈഗ പറഞ്ഞു. ആ, 20 മിനിറ്റായി വന്നിട്ട്, രശ്മി പറഞ്ഞു. രശ്മി, ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് ക്ഷമിക്കണേ. പറ്റില്ല, ഞാൻ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിയിലായിരുന്നു. ഇടയ്ക്ക് പെർമിഷൻ എടുത്ത് വന്നതാണ്, നിന്നെ കാണാൻ വേണ്ടി മാത്രം. ഓക്കെ, സമ്മതിച്ചു. എന്നാലും ഒരു 5 മിനിറ്റ്. ഞാൻ ഇന്നലെ രാവിലെ ധരിച്ച യൂണിഫോമാണിത്. ഇന്നിപ്പോൾ ഉച്ചയായി. ഒന്ന് ഫ്രഷായി ഡ്രസ്സ് മാറി വേഗം വരാം, അല്ലാതെ എനിക്കൊന്നും സംസാരിക്കാനാവില്ല. വൈഗ വീണ്ടും പറഞ്ഞു. രശ്മിയോട് സംസാരിക്കാൻ അല്പം സാവകാശം വേണ്ടിയിരുന്നു അവൾക്ക്. മനസ്സിനെ ഒന്ന് പാകപ്പെടുത്താതെ വയ്യ. വിഷയം അതാണല്ലോ. പക്ഷേ രശ്മിക്ക് അരിശം വന്നു. ഓ, കുളിച്ച് കോസ്റ്റ്യൂംസൊക്കെ ധരിച്ച് സൗന്ദര്യം കാട്ടി ഇറങ്ങി വന്ന് പ്രദർശിപ്പിക്കാൻ ഞാൻ ഫിലിം ആർട്ടിസ്റ്റിൻ്റെ ബുക്ക് ചെയ്യാൻ വന്ന കോർഡിനേറ്ററല്ല. രശ്മി പല്ല് കടിച്ചു. ആ പരിഹസിക്കൽ അപർണയ്ക്ക് ഇഷ്ടപ്പെട്ടു. അവൾ ചിരിച്ചു. വൈകാതെ ശ്രദ്ധിച്ചു. അവളുടെ തളർച്ച മാറി. രശ്മിയെ തുറിച്ചു നോക്കി. ഇവളോട് കുളിച്ച് ഫ്രഷായിട്ടല്ല സംസാരിക്കേണ്ടത്. നാറുന്ന വേഷമിട്ടിട്ടുള്ള ഇതേ അവസ്ഥയിലാണ്. രശ്മി, അവൾ കടുത്ത സ്വരത്തിൽ തന്നെ പറഞ്ഞു. നീയൊരു ഡോക്ടറാണ്, ഇത്രയ്ക്കും ചീപ്പായി സംസാരിക്കരുത്. ഞാൻ ഡോക്ടറല്ല. തൽക്കാലം നീ എന്നെ അങ്ങനെ കരുതുകയും വേണ്ട. രശ്മി വിട്ടില്ല. അവൾ എഴുന്നേറ്റു. വൈഗയുടെ മുമ്പിൽ വന്നു നിന്നു. ഞാൻ നിൻ്റെ ശത്രുവാണ്. ശത്രുവിനോട് എനിക്ക് എങ്ങനെയേ സംസാരിക്കാൻ പറ്റൂ? അവൾ തുടർന്നു. നിൻ്റെ വിവാഹം നിൻ്റെ അച്ഛൻ തീരുമാനിച്ചു, സാജനുമായിട്ട്. എൻ്റെ വിവാഹം എൻ്റെ അച്ഛൻ തീരുമാനിച്ചു, കാർത്തിക് ചന്ദ്രനുമായിട്ട്. വൈഗ മിണ്ടിയില്ല. നിൻ്റെ അച്ഛൻ്റെ വാക്കിന് നീ വില കൽപ്പിക്കുന്നില്ല. അതുകൊണ്ട് നീ സാജനെ തള്ളിപ്പറയുന്നു. പക്ഷെ ഞാനങ്ങനെയല്ല. എൻ്റെ അച്ഛന് വാക്കിന് കൊടുത്ത വില കൊടുക്കുന്നു. മരിച്ചുപോയ എൻ്റെ അച്ഛൻ്റെ അവസാന വാക്കാണത്. അതിനെൻ്റെ ജീവനേക്കാൾ വിലയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നീ കാർത്തികിനെ പിടിച്ചെടുക്കരുത്, പിടിച്ചു വയ്ക്കരുത്. മൈൻഡ് യുവർ വേർഡ്സ്. വൈഗ വല്ലാതെ ശോഭിച്ചു. അപർണ പുതിയ കഥ കേൾക്കുന്ന താല്പര്യത്തോടെ അത് കേൾക്കുകയാണ്. രശ്മി ഒട്ടും കൂസാതെ തുടർന്നു. കാർത്തികിനോട് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, പന്തലിട്ട് ഞാൻ കാത്തിരിക്കുമെന്ന്, വരണമെന്ന്. ഇപ്പോൾ വന്നത് നിന്നോട് മാത്രമായ ഒരു കാര്യം കൂടി പറയാനാണ്. രോഷവും കിതപ്പും ആവേശവും കൊണ്ട് ചുവന്ന മുഖത്തോടെ രശ്മി വിരൽ ചൂണ്ടി. എൻ്റെ വാക്ക് മറികടന്ന് കാർത്തിക് നിൻ്റെ കഴുത്തിൽ താലി കെട്ടാമെന്ന. അവിടെ നടക്കുന്നത് താലി കെട്ടാവില്ല, എൻ്റെ ശവമടക്കായിരിക്കും. രശ്മി തൻ്റെ വലതുകരം തുറന്നു കിട്ടി. അതിൽ നീഡിൽ ഫിറ്റ് ചെയ്ത ഒരു ഡിസ്പോസിബിൾ സിറിഞ്ചുണ്ടായിരുന്നു. പൊട്ടാസ്യം സയനൈഡാണിതിൽ. ഇതെനിക്കുള്ളതാണ്. നിൻ്റെ കല്യാണപ്പന്തലിൽ വെച്ച് ഞാനിത് ഇഞ്ചെക്റ്റ് ചെയ്യും. രശ്മിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ, മറുവാക്കില്ല. വൈഗ IPS അത് ഓർത്തോണം. പറഞ്ഞതും രശ്മി താഴേക്കോടി. വൈഗ തളർന്ന് ഭിത്തിയിലേക്ക് ചാരി. പ്രിയമുള്ളവരെ, നമ്മുടെ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത അധ്യായം കേൾക്കാനായിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയൊക്കെ ചെയ്യുക. നാളെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായിരുന്ന വിജയി ആരാണെന്ന് നമ്മൾ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഒത്തിരി സന്തോഷത്തോടെ വീണ്ടും എന്നെ കേൾക്കുമെന്ന വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.